ഹായ് ഓൾ, സഹകാരി റേസ് പ്ലസിൻ്റെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. എ വാം വെൽക്കം ടു ഓൾ. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റിപ്പീറ്റഡ് ലെറ്റർ സീരീസ്. ഓക്കെ, അപ്പം ലെറ്റർ സീരീസ് നമ്മൾ പഠിച്ചു. ഇനി എന്താണ് റിപ്പീറ്റഡ് ലെറ്റർ സീരീസ്, അത് നമുക്ക് ക്വസ്റ്റ്യൻസിലൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ലിസൺ ടു ദ ക്വസ്റ്റ്യൻ നോക്കുക. എന്താണ്? എ ബി സ്പേസ് എ സ്പേസ് ബി ബി എ രണ്ട് സ്പേസ് വിട്ടിട്ടുണ്ട്, ദെൻ ബി എ. അപ്പോൾ ഈ ബ്ലാങ്ക് സ്പേസസ് എല്ലാം നമുക്ക് ഫില്ല് ചെയ്യണം. ഈ ബ്ലാങ്ക് സ്പേസസ് ഫില്ല് ചെയ്യണം. അതിൻ്റെ ഓപ്ഷൻസും നമുക്ക് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള ആ ഓപ്ഷൻസും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഓക്കെ, സോ എ ബി സ്പേസ് എ, ബി ബി എ സ്പേസ് സ്പേസ് ബി എ. ഓക്കെ, സോ നമുക്കിതിനെ എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് ഫസ്റ്റ് തന്നെ ഒന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് ഈക്വൽ നമ്പേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 12 ആണെങ്കിൽ നമുക്ക് 3 ലെറ്റേഴ്സിൻ്റെ ഒരു ക്ലസ്റ്ററായിട്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ 4 ലെറ്റേഴ്സിൻ്റെ ക്ലസ്റ്ററായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ഡിവൈഡ് ചെയ്യണം എന്ന് നോക്കാനായിട്ട് എന്ത് ചെയ്യണം? ഫസ്റ്റ് തന്നെ ലാസ്റ്റത്തെ ലെറ്റർ ഏതാണ്? എ, എൻഡിങ് വിത്ത് എ ആണ്. സോ എ വരുന്ന സ്ഥലത്ത് നമുക്ക് ബ്രേക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 4 എണ്ണം വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കൂ. എ ബി സ്പേസ് എ സ്പേസ് ബി ബി എ സ്പേസ് സ്പേസ് ബി എ. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും ലാസ്റ്റ് ലെറ്റർ ഏതാണ്? എൻഡിങ് വിത്ത് എ ആണ്. ക്ലിയർ? ഓക്കെ, ഇനി നമുക്കിതിനെ ഫില്ല് ചെയ്യണം. എങ്ങനെയാണ് ഫില്ല് ചെയ്യാം? ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കംപ്ലീറ്റ്ലി ഒരുമിച്ച് നിൽക്കുന്ന ലെറ്റർ ക്ലസ്റ്റേഴ്സിനെ നോക്കൂ. ബി ബി എ, ഇവിടെ ബി ബി എ എന്ന് പറയുന്ന ലെറ്റർ ക്ലസ്റ്റർ ഒരുമിച്ചിരിക്കുന്നുണ്ട്. സോ ദാറ്റ് ആ ഒരു ഫോർമാറ്റ് എല്ലാത്തിലും ഫോളോ ചെയ്യിക്കാം, അല്ലേ? ബി ബി എ. സോ ദാറ്റ് ആ ഒരു ഫോർമാറ്റ് ഫസ്റ്റ് നമ്മുടെ ഇതിൽ വരാൻ വേണ്ടി എന്ത് വേണം? ഇവിടെ ഒരു ബിയും കൂടി ഫില്ല് ചെയ്താൽ എന്തായി? ബി ബി എ എന്ന് കിട്ടി. ഓക്കെ, ഇനി ബി ബി എക്ക് മുന്നിൽ ഇവിടെ എന്താ ഉള്ളത്? എ ഉണ്ട്, അല്ലേ? സോ ദാറ്റ് ആ എ നമുക്ക് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. സോ ദാറ്റ് എ ബി ബി എ. അപ്പം നമ്മുടെ ലെറ്റർ ഏതാണ്? റിപ്പീറ്റിംഗ് ലെറ്റർ ഏതാണ്? എ ബി ബി എ എന്ന് പറയുന്ന ഒരു ലെറ്റർ ക്ലസ്റ്റർ ആണ് ഇവിടെ റിപ്പീറ്റ് ആവുന്നത്. എ ബി ബി എ, എഗെയിൻ എ ബി ബി എ. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഏതാണ് വരുന്നത് എന്ന് നോക്കൂ. ഓപ്ഷൻ വരുന്നത് ഇത് മാത്രം എടുത്ത് ചെയ്താ ബി എ എ ബി, ബി എ എ ബി. ഓപ്ഷൻ സി, ബി എ എ ബി. ഓപ്ഷൻ സി ആണ് വരുന്നത്. അപ്പം ലെറ്റർ ക്ലസ്റ്റർ ഏതാണ്? എ ബി ബി എ എന്ന് പറയുന്ന ഒരു ലെറ്റർ ക്ലസ്റ്റർ റിപ്പീറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് ഓപ്ഷൻ ബി 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 എ എ ബി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ഓൺ ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് എല്ലാവരും നോക്കൂ. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: സെലക്ട് ദ കോമ്പിനേഷൻ ഓഫ് ലെറ്റേഴ്സ് ദാറ്റ് വെൻ സീക്വൻഷ്യലി പ്ലേസ്ഡ് ഇൻ ദ ബ്ലാങ്ക്സ് ഓഫ് ദ ഗിവൺ ലെറ്റർ സീരീസ് വിൽ കംപ്ലീറ്റ് ദ സീരീസ്. ഓക്കെ, സോ ദാറ്റ് എന്ത് ചെയ്യണം? നമുക്ക് ഈ ഒരു ബ്ലാങ്ക് സ്പേസസ് ഫില്ല് ചെയ്യണം. സോ ദാറ്റ് അതൊരു സീക്വൻസ്, ഇപ്പം നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ പോലെ എ ബി ബി എ, അതുപോലെ ഒരു സീക്വൻസ് ഫില്ലാക്കണം. അപ്പം ആ ഒരു റിപ്പീറ്റഡ് സീക്വൻസ് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാം, ഫില്ല് ചെയ്യാം. ഓക്കെ, ചെയ്ത് നോക്കിയാലോ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഫിഗേഴ്സ് കൗണ്ട് ചെയ്യാം, അല്ലേ? എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. അങ്ങനെയും ചെയ്യാം. പിന്നെ വേറെ അത് കൗണ്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ലാസ്റ്റ് ലെറ്റർ ഇവിടെ ഏതാ നോക്കൂ. ലാസ്റ്റ് ലെറ്റർ എന്താണ്? ജി ആണ് വരുന്നത്, അല്ലേ? ലാസ്റ്റ് ലെറ്റർ നമുക്കിവിടെ വരുന്നത് ജി ആണ്. അപ്പോൾ ജിയിൽ ഡിവൈഡ് ചെയ്യാം. 1 2 3 4 ജിയിൽ ഡിവൈഡ് ചെയ്തു, അല്ലേ? എഗെയിൻ 1 2 3 4 1 2 3 4. ഓക്കെ, അപ്പോൾ 4 ലെറ്റേഴ്സിൻ്റെ ഒരു ക്ലസ്റ്റർ ആണ്. 4 ലെറ്റർ ക്ലസ്റ്റർ ആണ് നമുക്കിവിടെ വരുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി എങ്ങനെ ഫില്ല് ചെയ്യും? ഒരുമിച്ചിരിക്കുന്ന ലെറ്റേഴ്സിനെ പിക്ക് ചെയ്യാം. ഇവിടെ കെ പി ഒരുമിച്ചിരിക്കുന്നുണ്ട്, അല്ലേ? കെ പിയും പി ജിയും ഒരുമിച്ചാണ്, അല്ലേ? ഇവിടെ കെ പി ഈസ് ദ ക്ലസ്റ്റർ. ഓക്കെ, പി ജി അടുത്ത ക്ലസ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ
പിക്ക് തൊട്ട് ഫ്രണ്ടിൽ ഏതാണ് ഫിൽ ആവുന്നത്? ലെറ്റർ കെ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ലെറ്റർ കെനെ പ്ലേസ് ചെയ്യാലോ. യു ക്യാൻ പ്ലേസ് ലെറ്റർ കെ ബിഫോർ പി. പിക്ക് തൊട്ട് മുന്നിലായിട്ട് കെ ആണ് വരുന്നത്. കെനെ നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാം. ഇനി അപ്പോൾ എന്ത് കിട്ടി? കെ പി ജി എന്ന് കിട്ടി. കെ പി ജി. അപ്പോൾ ഇവിടെ പി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഫിൽ ചെയ്യാം? ജി ഫിൽ ചെയ്യാം. വി ക്യാൻ ഫിൽ ജി ഫിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ കെ പി ജി എന്ന് പറഞ്ഞ ഒരു ലെറ്റർ കിട്ടി. ഇനി അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ലെറ്റർ മിസ്സിംഗ് ആണ്. അതേതായിരിക്കും? ഇറ്റ് ഈസ് ജെ അല്ലേ? ഇറ്റ് ഈസ് ജെ. ഓക്കെ, അപ്പം നമുക്കിവിടെ ജെ കെ പി ജി. ഹിയർ ഓൾസോ ജെ കെ പി ജി. ഹിയർ ഓൾസോ ജെ കെ പി ജി. ക്ലിയർ? അപ്പം നമുക്കിവിടെ ഏതാണ് ലെറ്റർ ഫില്ലാവുന്നത്? നമ്മുടെ സീരീസ് ഇതാണ്, ജെ കെ പി ജി. ഇതാണ് ലെറ്റർ സീരീസ്. ഓക്കെ, റിപ്പീറ്റ് ചെയ്യുന്ന ലെറ്റർ സീരീസ് ജെ കെ പി ജി. ഓക്കെ, ഇനി നമ്മുടെ ഓപ്ഷൻസ് ഫിൽ ചെയ്യും. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ ലെറ്റേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്? ഓപ്ഷൻ നോക്കുമ്പോൾ കെ പി, കെയിൽ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? കെ പി. അപ്പോൾ ഇവിടെ ഈ രണ്ട് ഓപ്ഷൻസും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. കെയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, കെയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻഡ് ചെയ്യുന്നത് ഏതിലാണ്? എൻഡ് ചെയ്യുന്നതും കെയിലാണ് അല്ലേ? സ്റ്റാർട്ടിങ് വിത്ത് കെ ആൻഡ് എൻഡിങ് വിത്ത് കെ. ആ ഒരു ഓപ്ഷനേ ഉള്ളൂ. കെ പി ജി, കെ പി ജെ ജി, കെ പി ജെ ജി ജെ കെ. ഓക്കെ, ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പം നമുക്ക് ഇങ്ങനെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം. ഫുള്ള് എടുത്ത് എഴുതാതെ നമുക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എക്സാം പോയിന്റിൽ ചെയ്യേണ്ടത്. എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് തന്നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, ഒരുമിച്ചിരിക്കുന്ന ലെറ്റർ ക്ലസ്റ്റേഴ്സ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അതിനുശേഷം അതനുസരിച്ച് ഫിൽ ചെയ്യാം. ഇനി ഓപ്ഷൻസ് നോക്കണം. ഓപ്ഷൻസ് നമുക്ക് എല്ലാം ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫസ്റ്റത്തെ ലെറ്റർ ഏതാണ് ഫില്ലാവുന്നത്? കെ. അപ്പോൾ തന്നെ കെ, ആദ്യത്തെ രണ്ട് ഓപ്ഷൻസ് ഇവിടെ എലിമിനേറ്റ് ആയി. ക്ലിയർ? ഇനി ബാക്കി രണ്ടെണ്ണം നോക്കുക. ബാക്കി രണ്ടെണ്ണം കെയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് ഡിഫറൻസ്? ലാസ്റ്റ് ലെറ്റർ നോക്കുക. ലാസ്റ്റ് ലെറ്റർ ഏതാണ്? ഇവിടെ ആൻസറിൽ വരുന്നത് കെ ആണ്. സോ ദാറ്റ് ആ കെ വരുന്ന ഓപ്ഷൻ വേണം. ഓപ്ഷൻ വരുന്നത് ഏതാണ്? കെ പി ജി ജെ ജി കെ. ഓക്കെ, ഇതാണ് ആൻസർ വരുന്നത്. ക്ലിയർ? ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റിനോട്ട് മൂവ് ഓൺ ചെയ്യാലോ. ഇനി അടുത്ത ലെറ്റർ സീരീസ് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആസ് യൂഷ്വൽ നമുക്ക് നമ്പർ ഓഫ് ലെറ്റേഴ്സ് നമ്മൾ കൗണ്ട് ചെയ്യാണ്. ഓക്കെ, കൗണ്ട് ചെയ്യുമ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 13 ലെറ്റേഴ്സ്. അപ്പോൾ 13 ലെറ്റേഴ്സ് നമുക്ക് ഈക്വൽ ആക്കി ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സൈക്കിൾ തീർന്നിട്ട് അടുത്ത സൈക്കിളിൻ്റെ കംപ്ലീറ്റ് തന്നിട്ടില്ല. അത് റിപ്പീറ്റിങ്ങിൻ്റെ പകുതി ഭാഗം മാത്രമാണ് അവിടെ തന്നിട്ടുള്ളത്. അതായത് ഇപ്പോൾ സി അല്ലേ സ്റ്റാർട്ടിങ്, നമുക്ക് 12 ലെറ്റർ വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പം ഞാനിവിടെ നോക്കുമ്പോൾ കെ ഇസഡ് യു എത്ര ലെറ്റർ വെച്ച് ഡിവൈഡ് ചെയ്യണം എന്നുള്ള അവിടെ നിൽക്കട്ടെ. കെ ഇസഡ് യു ഒരുമിച്ചിരിക്കുന്നുണ്ട് അല്ലേ? കെ ഇസഡ് യു ഒരുമിച്ചുണ്ട്. ഇനി ഒരു 13 ലെറ്റേഴ്സ് വരുമ്പോൾ ഇത് എങ്ങനെ ഈക്വലി ഡിവൈഡ് ചെയ്യാൻ തോന്നും? എന്താ ചെയ്യണ്ടേ? അപ്പോൾ നമ്മൾ 12 എണ്ണത്തിൻ്റെ 3 എണ്ണാക്കി 12 ലെറ്റേഴ്സിൻ്റെ 3 എണ്ണായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുക. സോ ദാറ്റ് 1 2 3 4 1 2 3 4 1 2 3 4. ഓക്കെ, അപ്പോൾ നോക്കൂ ഇവിടെ എന്താണ്? 1 2 3 4 1 2 3 4 1 2 3 4 again 1. ഓക്കെ, വീണ്ടും ബാക്കി ലെറ്റേഴ്സ് ഇവിടെ ഉണ്ട്, അത് തന്നിട്ടില്ല. നമുക്ക് ആൻസർ തെറ്റാനും നമ്മളെ കൺഫ്യൂഷൻ ആക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരുന്നത്. ക്ലിയർ? ഓക്കെ, ഇനി നോക്കൂ ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ലെറ്റർ ഏതാ വരുന്നത്? യു ആണ് വരുന്നത് അല്ലേ? ഇവിടെയും യു വരുന്നുണ്ട്, ഇവിടെയും യു വരുന്നുണ്ട്, ഇവിടെയും യു വരുന്നുണ്ട്. ഓക്കെ, ഇനി കെ ഇസഡ് യു ആണ് ഇവിടെ ഒരുമിച്ചിരിക്കുന്ന ലെറ്റർ ക്ലസ്റ്റർ. കെ ഇസഡ് യു. ക്ലിയർ? സോ ദാറ്റ് നമുക്കത് ഫിൽ ചെയ്യാലോ. കെ ഇസഡ് യു. അപ്പം ഞാനിവിടെ കെ കഴിഞ്ഞാൽ എന്ത് വേണം? ഇസഡ് വേണം. അപ്പം ഞാൻ കെ ഇസഡ് പ്ലേസ് ചെയ്തു. കെ ഇസഡ് യു. ഇവിടെയും എനിക്ക് പ്ലേസ് ചെയ്യാലോ. കെ ഇസഡ് യു. ഓക്കെ, ഇപ്പോൾ സി കെ ഇസഡ് യു ആണ് അല്ലേ? അപ്പം എനിക്ക് ഫസ്റ്റ് ലെറ്റർ എന്ത് കിട്ടി? സി കെ ഇസഡ് യു എന്ന് പറയുന്ന ഒരു സീരീസ് ആണ്. ഇതാണ്
റിപ്പീറ്റ് ആകുന്ന സീരീസ്. റിപ്പീറ്റ് ചെയ്യുന്നത് CKZDU എന്നുള്ളതാണ് റിപ്പീറ്റ് ആകുന്നത്. ക്ലിയർ? സോ ദാറ്റ് ഇവിടെ നമുക്ക് എന്ത് ഫിൽ ചെയ്യാം? CKZDU. CKZDU. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഓപ്ഷൻസ് ഏത് വരും? ഓപ്ഷൻസ് നിങ്ങൾ നോക്കുക. ഫസ്റ്റ് ലെറ്റർ ഏതാണ്? K ആണ് അല്ലേ? അപ്പം Kയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്ഷൻ, ഒരു ഓപ്ഷനേ ഉള്ളൂ Kയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? Kയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഇതേ ഉള്ളൂ. ഇനി അത് ചെക്ക് ചെയ്ത് നോക്കൂ, അത് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കൂ. KZ കറക്റ്റ്. KZ കഴിഞ്ഞാൽ C ഉണ്ട്, എഗെയിൻ C ഉണ്ട്, എഗെയിൻ Z ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ ഓപ്ഷനും ചെക്ക് ചെയ്യേണ്ട. ഫസ്റ്റ് ലെറ്റർ കിട്ടുമ്പോൾ തന്നെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ KZ ആണ് ഇവിടെ വരുന്നതെങ്കിൽ ഓപ്ഷൻസ് എടുത്ത് നോക്കാം. ഓപ്ഷൻസിൽ K വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരേ ഒരു ഓപ്ഷൻ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈസിലി ആ ഓപ്ഷൻ മാർക്ക് ചെയ്യാൻ സാധിക്കും. ഇൻ കേസ് രണ്ട് ഓപ്ഷൻസ് K വെച്ചുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ചെക്കും കൂടി ചെയ്യണം. ക്ലിയർ? സോ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത 3 ക്വസ്റ്റ്യൻസും. ഓക്കെ, ക്ലിയർ? മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ എല്ലാവരും. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റാം? കുറച്ചുകൂടി ലെങ്തി ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇരിക്കുന്നത്. സോ എൻഡ് ചെയ്യുന്നത് W വെച്ചിട്ടാണ്. സോ ദാറ്റ് ഇവിടെയും W ഉണ്ട്, ഇവിടെ W ഉണ്ട്, ഇവിടെ W ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? നമുക്ക് ലെറ്റേഴ്സ് വേണമെങ്കിൽ നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം അല്ലേ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 ലെറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 5 എണ്ണത്തിൻ്റെ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. 5 ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് ഇവിടെ ക്ലാസിഫിക്കേഷൻ ചെയ്യാം. ഓക്കെ, സോ 1 2 3 4 5 W. ഓക്കെ, സോ 1 2 3 4 5 1 2 3 4 5. ഓക്കെ, അപ്പോൾ 5 ലെറ്റേഴ്സിൻ്റെ ഒരു സീരീസ് ആണ് വരുന്നത്. ഇനി ഒരുമിച്ചിരിക്കുന്ന ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? VJRW ഒരുമിച്ചിരിക്കുന്നുണ്ട് അല്ലേ? VJRW. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്തു? ഈ VJRW എല്ലാവിടെയും പ്ലേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. VJRW. ഓക്കെ, അപ്പോൾ B കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ R-ന് തൊട്ട് മുന്നേ ഏതാണ്? R-ന് തൊട്ട് മുന്നേ J ആണ്. അപ്പം ഞാൻ ഇവിടെ നോക്കി, ഈ R-നെ മാത്രമാണ് ഞാനിപ്പോൾ നോക്കുന്നത്. R-ന് തൊട്ട് മുന്നേ ഏതാണ് ഇരിക്കുന്നത്? J. സോ ദാറ്റ് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ J വെച്ചു. Jക്ക് തൊട്ട് മുന്നേ എന്താണ്? V ഇരിക്കുന്നു. ഓക്കെ, കറക്റ്റ്. BVJRW. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ B പ്ലേസ് ചെയ്തു. BVJRW. ഇനി അടുത്ത ഞാൻ ലെറ്റർ ക്ലസ്റ്ററിലോട്ട് പോയപ്പോൾ BVJ വെക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഓൾറെഡി ആരാണ് തേർഡ് പ്ലേസിൽ? ഏത് ലെറ്റർ ഇരിക്കുന്നത്? L എന്ന് പറയുന്ന ഒരു ലെറ്റർ ഇവിടെ ഓൾറെഡി ഫിക്സ്ഡ് ആണ്. അപ്പം ഞാൻ കണ്ടുപിടിച്ച സീരീസ് ഇതാണ്, BVJRW. ഇതാണ് റിപ്പീറ്റിംഗ് സീരീസ് ആയിട്ട് ഞാൻ കണ്ടുപിടിച്ചത്. പക്ഷേ ഫസ്റ്റ് ക്ലസ്റ്റർ ഓക്കെ, സെക്കൻഡ് ക്ലസ്റ്റർ ഓക്കെ, തേർഡ് ക്ലസ്റ്റർ വന്നപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇവിടെ തേർഡ് പ്ലേസിൽ ഓൾറെഡി L എന്ന് പറഞ്ഞ ലെറ്ററിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം നമ്മുടെ 5 ലെറ്ററിൻ്റെ ഈ ലെറ്റർ സീരീസിൽ തേർഡ് ലെറ്റർ വാരീസ്. തേർഡ് ലെറ്റർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കണ്ടുപിടിച്ച ഈ ഒരു മെത്തേഡല്ല ഇവിടെ ചെയ്യേണ്ടത്. അതെങ്ങനെയാ നോക്കാം നമുക്ക്. അപ്പോൾ ഫസ്റ്റ് വരുത്താവുന്ന ഒരു മിസ്റ്റേക്കാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നത്. ഇനി എങ്ങനെയാണ് ഈ ക്വസ്റ്റിനെ കറക്റ്റായിട്ട് അപ്രോച്ച് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. സോ ദാറ്റ് 5 ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, ഇനി നോക്കി തേർഡ് ലെറ്റർ നോക്കാം. BVJRW. ഇവിടെ BVR സ്പേസ്, ഇവിടെ BVL. അപ്പം തേർഡ് ലെറ്റർ ഇവിടെ J ആണ്. ഇവിടെ തേർഡ് ലെറ്റർ വന്നപ്പോൾ
എൽ ആണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ അങ്ങനെ ഏതെങ്കിലും ലെറ്റർ വാരി ചെയ്യുന്നുണ്ടോ, ഏതെങ്കിലും ലെറ്ററിൻ്റെ പൊസിഷൻസ് വാരി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? തേർഡ് ലെറ്റർ വാരീസ് എന്ന് മനസ്സിലായി. ഇനി അതെങ്ങനെയാണ് വാരി ചെയ്യുന്നത്? ഇവിടെ ജെ ആണ്, മൂന്നാമത്തെ സീരീസ് എത്തിയപ്പോൾ അത് എൽ ആയി. അപ്പം എന്ത് വരണം? HIJKL. അപ്പം ജെ കഴിഞ്ഞാൽ ഇവിടെ എന്ത് നമുക്ക് വയ്ക്കാം? കെ വെക്കാം തേർഡ് പ്ലേസിൽ. HIJKL. ഇനി അടുത്തത് എന്ത് വയ്ക്കാം നമുക്ക്? തേർഡ് പൊസിഷനിൽ എം. അപ്പം തേർഡ് ലെറ്റർ എങ്ങനെയാണ് വാരി ചെയ്യുന്നത്? JKLM. JKLM. ഇങ്ങനെ ഓരോ ലെറ്റർ ++1 ആയിട്ട് ഇവിടെ തേർഡ് ലെറ്റർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം അത് കണ്ടുപിടിച്ചു. തേർഡ് ലെറ്റർ കറക്റ്റ് ചെയ്തു. ഇനി ബാക്കിയെല്ലാം എന്താണ്? ബാക്കി എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഇല്ല. ലാസ്റ്റ് ലെറ്റർ W ആണ്. ഫസ്റ്റ് ലെറ്റർ ഇവിടെയും B ആണ്, ഇവിടെയും B ആണ്, ഇവിടെയും B ആണ്. സോ ദാറ്റ് നമുക്ക് ഇവിടെ B എന്നെ പ്ലേസ് ചെയ്യാം അല്ലേ? BVJRW. ഇനി എല്ലാവരുടെയും സെക്കൻഡ് ലെറ്റർ എന്താണ്? V തന്നെയാണ് സെക്കൻഡ് ലെറ്റർ. സോ ദാറ്റ് വി ക്യാൻ പ്ലേസ് V ഹിയർ. ഓക്കെ, അപ്പോൾ BVJRW, BVKRW, ഇവിടെ BVLRW, അടുത്തത് BVMRW. അപ്പോൾ ഓൺലി ചേഞ്ച് ഇൻ ദ ലെറ്റർ ഈസ് തേർഡ് ലെറ്റർ. തേർഡ് ലെറ്ററിന് മാത്രമാണ് ഇവിടെ ചേഞ്ചസ് വരുന്നത്, ബാക്കിയെല്ലാം റിമെയിൻ സെയിം. ഓക്കെ, ഇനി നമുക്ക് ഈ ഓപ്ഷൻസ് ഏതാ നോക്കിയാലോ? ഇതിൽ ഏതാണ് ഓപ്ഷൻ വരുന്നത്? അപ്പോൾ സോ ദാറ്റ് ഫസ്റ്റ് തന്നെ B ആണ് വരുന്നത്. നമുക്ക് ഓപ്ഷൻ, ഈ രണ്ട് ഓപ്ഷൻസ് നമുക്കിവിടെ എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ? എന്തുകൊണ്ടാണ്? സ്റ്റാർട്ടിങ് വിത്ത് B. ബിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി എൻഡ് ചെയ്യുന്നത് നോക്കൂ, എൻഡ് ചെയ്യുന്നത് 6 അല്ലേ? 6 എൻഡ് ചെയ്യുന്നത്. നോക്കുമ്പോൾ രണ്ടും 6 തന്നെയാണ് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, രണ്ടും 6 എൻ്റർ ചെയ്യുന്നത്, എൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചെക്ക് നോക്കാം. സെക്കൻഡ് ലെറ്റർ B കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന ലെറ്റർ ഏതാ നോക്കൂ. B കഴിഞ്ഞാൽ ദിസ് ഈസ് B. B കഴിഞ്ഞാൽ V, ദെൻ K. ഇപ്പോൾ B കഴിഞ്ഞാൽ V, ഇവിടെ B കഴിഞ്ഞാൽ V തന്നെയാണ്, ഇവിടെ B കഴിഞ്ഞാൽ W ആണ്. അപ്പം ഇതും തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ A ആണ് വരാം. നമുക്ക് നോക്കാം. BVK. ഓക്കെ, ഇനി RW. ഓക്കെ, ഹിയർ ഓൾസോ RW, ദെൻ MR. ഓപ്ഷൻ കറക്റ്റ് ആണ്. ഓക്കെ, ഇപ്പം ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഫുള്ള് ചെക്ക് ചെയ്തത്. എക്സാമിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് ഇവർ ഫുൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, കാരണം ഓപ്ഷൻസ് വെച്ച് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ് നമുക്ക് ആ ഒരു ടൈം സേവ് ചെയ്യാം. ഇപ്പം പഠിക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു പോവാം. എക്സാമിൻ്റെ ടൈമിൽ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വേണം ഓപ്ഷൻസും കൂടി അനലൈസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട്. കേട്ടോ? ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് തന്നെ ഒന്ന് അനലൈസ് ചെയ്യൂ. എന്താണ്? എൻഡിങ് വിത്ത് J ആണ് അല്ലേ? എൻഡിങ് വിത്ത് J ആണ്. ഫേസ്റ്റ് ലെറ്റർ ഇവിടെ മിസ്സിംഗ് ആണ്. ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന ലെറ്റർ ക്ലസ്റ്റർ ഏതാണ്? കുറച്ചധികം ലെറ്റർ ക്ലസ്റ്റേഴ്സ് ഒരുമിച്ച് നിൽക്കുന്നുണ്ട് അല്ലേ? FGHI എന്ന് പറയുന്ന ഒരു ലെറ്റർ ക്ലസ്റ്റർ ഇവിടെ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. FGHI എന്ന് പറയുന്ന ഒരു ലെറ്റർ ക്ലസ്റ്റർ ഇവിടെ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. ഇനി അടുത്തത് GHIJE എന്ന് പറയുന്ന ഒരു ലെറ്റർ ക്ലസ്റ്റർ ഉണ്ട്. പിന്നെ GHI, അതായത് FGHIയുടെ GHI അല്ലേ? ഇനി HIJ. ഓക്കെ, ഈ HIJ. അപ്പോൾ ഏറ്റവും വലിയ ലെറ്റർ ക്ലസ്റ്റർ നോക്കാം. അപ്പോൾ എല്ലാ ലെറ്റർ ക്ലസ്റ്റേഴ്സും നിങ്ങൾ കൗണ്ട് ചെയ്യേണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ലെറ്റർ ക്ലസ്റ്റർ ഏതാണ് അത് ഫസ്റ്റ് തന്നെ നോട്ട് ഡൗൺ ചെയ്യാം. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സീരീസിലെ ഏറ്റവും വലിയ ലെറ്റർ ക്ലസ്റ്റർ, ഒരുമിച്ചിരിക്കുന്ന ഒരു ലെറ്റർ ക്ലസ്റ്റർ. ഓക്കെ, അപ്പം അതെന്ത് നമുക്ക് മനസ്സിലാവും? G കഴിഞ്ഞാൽ H വേണം, H കഴിഞ്ഞാൽ I വേണം, I കഴിഞ്ഞാൽ ഏത് വേണം?
ഐ കഴിഞ്ഞാൽ ജെ വേണം. അപ്പോൾ എവിടെയൊക്കെ ഐ ഉണ്ടോ ഐ കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്ലേസ് ചെയ്യാം? ജെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഐ കഴിഞ്ഞാൽ ജെ വേണം. ഇനി ജെ കഴിഞ്ഞാൽ എന്ത് വേണം? ജെ കഴിഞ്ഞാൽ ഇ വേണം. ഓക്കെ, അപ്പം ജെ കഴിഞ്ഞാൽ ഇ പ്ലേസ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ GHIJE. ഇനി അടുത്ത ക്ലസ്റ്റർ നോക്കൂ. ജിക്ക് തൊട്ട് മുന്നിൽ ഏതാണ് കിടക്കുന്നത്? ജിക്ക് തൊട്ട് മുന്നിൽ ഏതാണ് കിടക്കുന്നത്? എഫ് ആണ് കിടക്കുന്നത് അല്ലേ? ഇത് നോക്കിക്കഴിഞ്ഞാൽ ജിക്ക് തൊട്ട് മുന്നിൽ എഫ് ആണ്. സോ ദാറ്റ് നമുക്ക് ഇവിടെ എഫ് പ്ലേസ് ചെയ്യാം അല്ലേ? അപ്പോൾ FGHIJE. അപ്പോൾ സ്റ്റാർട്ടിങ് വിത്ത് ഇ ആണ് EFGHI, EFGHIJ, 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 EFGHIJ. വെരി സിമ്പിൾ അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് വളരെ ചെറിയൊരു സമയം നമ്മൾ എടുത്തിട്ടുള്ളൂ. ആദ്യം ഏറ്റവും വലിയ ലെറ്റർ ക്ലസ്റ്റർ നോക്കാം, അതനുസരിച്ച് ലെറ്റേഴ്സിനെ പ്ലേസ് ചെയ്യുക. സോ ദാറ്റ് നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ റിപ്പീറ്റിംഗ് സീരീസ് എന്ന് പറയുന്നത് EFGHIJ ആണ്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷനിലോട്ട് പോവാം അല്ലേ? ഇനി പലരും തെറ്റിക്കുന്ന കാര്യം എന്താണ്? ഇതൊക്കെ കണ്ടുപിടിക്കും, ഓപ്ഷൻസ് എത്തുമ്പോൾ എന്ത് ചെയ്യും? ഓപ്ഷൻസിൽ മാർക്ക് ചെയ്യാനായിട്ട് തെറ്റിക്കും. അപ്പോൾ തെറ്റാതെ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ റിപ്പീറ്റഡ് സീരീസിലെ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഓപ്ഷൻ എല്ലാം ഈ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? എല്ലാം ഈ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാം ജിയിലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ എടുത്തെഴുതി നോക്കാം അല്ലേ? ഓപ്ഷൻസ് നമുക്ക് എടുത്തെഴുതി നോക്കാം. ഫസ്റ്റ് എന്ത് വന്നു? ഇ വന്നു അല്ലേ? ഫസ്റ്റ് ലെറ്റർ ഈസ് ഇ. EJEF അല്ലേ? EJEF. അപ്പോൾ EJEF ഇവിടെയുണ്ട്, EJEF ഇവിടെയുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ എടുത്ത ഇതാണ് EJEF, then FJE, FJEG. ഇതേതാ ഓപ്ഷൻ? EJEFFJEG. ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ? ഓപ്ഷൻസ് വളരെ ശ്രദ്ധാപൂർവം ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക. അപ്പം ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. EJEFFJEG. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ? So thank you all. See you in the next session.